ഈ ബസ്സിലേക്ക് വീണ്ടും ഇനി പോകുന്നത് ഈ ആഴ്ചയിലെ റിലീസ് സിനിമകളിലേക്കാണ്. തീർച്ചയായും ഈ ആഴ്ച ഏറ്റവും പ്രതീക്ഷ വെച്ച ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി. കിങ് ഖാൻ നായകവേഷത്തിലെത്തിയ അലിയ ഭട്ട് മറ്റൊരു ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹിന്ദി ചിത്രം ഡിയർ സിന്ദഗി. മലയാളത്തിൽ മീര ജാസ്മിൻ്റെ തിരിച്ചുവരവിന് സാക്ഷ്യം വെച്ച 10 കൽപ്പനകളാണ് പ്രധാന റിലീസ്. സൂപ്പർ താര ചിത്രമെങ്കിലും താരപ്പകിട്ടിനപ്പുറത്തേക്ക് നല്ല കഥയുടെ ബലവുമായാണ് ഡിയർ സിന്ദഗി തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഇംഗ്ലീഷിന്റെ സംവിധായക ഗൗരീഷിന്റെ ഒരുക്കിയ ഡിയർ സിന്ദഗിയിൽ ഷാരൂഖ് ഖാനൊപ്പം അലിയ ഭട്ടും പ്രധാന വേഷത്തിലുണ്ട്. So tell me more, 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 tell me more. Love you, Zindagi. കഥയും തിരക്കഥയും ഗൗരീഷിന്റെയുടേത് തന്നെ. അമിത് ത്രിവേദിയാണ് സിനിമയ്ക്ക് സംഗീതം നൽകിയത്. ഗൗരീഷിന്റെയും കരൺ ജോഹറും ഗൗരി ഖാനും ചേർന്നാണ് നിർമ്മാണം. रोमांटिक रिलेशनशिप्स इतने इरिटेटिंग क्यों होते हैं? September 12th, Diana Davis. October 3rd, Reshma Harikumar. October 30th, Hasna Mohammed. All these girls were murdered in the same pattern. ഒരിടവേളയ്ക്ക് ശേഷം ശക്തമായ കഥാപാത്രവുമായി മീര ജാസ്മിൻ തിരിച്ചെത്തുന്ന ചിത്രമാണ് 10 കൽപ്പനകൾ. ഓരോ ക്രൈം സീനിലും കുറ്റവാളി ഉപേക്ഷിച്ചു പോകുന്ന കുറെ കടങ്കഥകളുണ്ട്. ആ കടങ്കഥകൾ മനസ്സിലാക്കാൻ എടുക്കുന്ന സമയമാണ്. കേരളത്തിൽ ഒട്ടേറെ കേന്ദ്രങ്ങളിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമ സംവിധാനം ചെയ്തത് പ്രമുഖ എഡിറ്ററായിരുന്ന ഡോൺ മാക്സ് ആണ്. ഈ കൊലയാളിയെ എനിക്കറിയാം. എൻ്റെ ജീവിതത്തിലൂടെ എവിടെയോ ഇയാൾ എന്നെ കടന്നുപോയിട്ടുണ്ട്. അനു മേനോനും പ്രശാന്ത് നാരായണനും കനിഹിയുമാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ. വിധുൻ ഈശ്വറാണ് സംഗീതം. Thou shall not kill. കൊല്ലരുത് ഒന്നിനെ. തമിഴിൽ നിന്നും ജീവനായകനായ കവലൈ വേണ്ട എന്ന ചിത്രം കേരളത്തിലും റിലീസ് ചെയ്തിട്ടുണ്ട്. കാജൽ അഗർവാളാണ് നായിക. ഒരു മാതിരിയാണ് പടമായത്. This is the day they arrived. The object touched down 40 minutes ago. Mama, what's going to happen? I don't know. Dr. Banks, you're at the top of everyone's list when it comes to translations. ഹോളിവുഡിൽ നിന്നെത്തിയ പ്രധാന ചിത്രം അറൈവലാണ്. എമി ആഡംസ് പ്രധാന വേഷം ചെയ്ത സിനിമ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലറാണ്. Now that's a proper introduction. What does it say? Weapon. So how do we clarify that? ഡെനിസ് വില്ലനോവാണ് സംവിധാനം. What is she doing? You are committing an act of treason. Do you trust me? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലുമൊക്കെ ഏറെ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയ ഒരു പാട്ടുണ്ട്. കാളിദാസൻ നായകനായി എബ്രിഷൻ്റെ സംവിധാനത്തിലൊരുങ്ങുന്ന പൂമരം എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം. മഹാരാജാസ് കോളേജിൻ്റെ ആത്മാവറിയുന്ന ഗാനം എന്തായാലും പ്രേക്ഷകർ വലിയ ആരവത്തോടെ തന്നെയാണ് സ്വീകരിച്ചത്. ആ ഗാനം ഈണമിട്ട് പാടിയത് ഫൈസൽ റാസി എന്ന യുവ ഗായകനാണ്. ഫൈസൽ റാസിയെക്കുറിച്ച് പൂമരത്തിലെ പാട്ട് മലയാള സിനിമയ്ക്ക് ഒരു പാട്ടുകാരനെയും സംഗീത സംവിധായകനെയുമാണ് സമ്മാനിക്കുന്നത്. ഫൈസൽ റാസി. ഞാനും എൻ്റാളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എൻ്റാളും ആ 40 പേരും പൂമരം കൊണ്ട്. സിനിമാ സംഗീത രംഗത്ത് സാന്നിധ്യമാകണമെന്ന അതിയായ മോഹവുമായി നടന്ന യുവാവ് അതിലേക്കുള്ള വഴിയായി കണ്ട് സൗണ്ട് എഞ്ചിനീയറിംഗും പഠിച്ചു. ഒടുവിൽ ആ യാത്ര എത്തിയത് പൂമരത്തിലെ പാട്ടിൽ. ഏലോം ഏലേലോം ഏലോം തക ഏലേലോം ഏലോം ഏലേലോം ഏലോം തക ഏലേലോം വിത്തെരിഞ്ഞു കൈതളരുമ്പോൾ പാടുന്നൊരു പാട്ട്
വഞ്ചിയൂതി മെയ് തളരുമ്പോൾ പാടുന്നൊരു പാട്ട്. കൊച്ചി മഹാരാജാസ് കോളേജിന്റെ സ്വന്തം പാട്ടിനെ കേരളം മുഴുവൻ ഏറ്റെടുത്ത പാട്ടാക്കി മാറ്റി ഫൈസൽ. പൂമരത്തിലേക്കായി മറ്റൊരു പാട്ടുകൂടി ഒരുക്കുന്നുണ്ട് ഫൈസൽ റാസി. എപ്പോഴും കൂട്ടുള്ള ഗിറ്റാറിനൊപ്പം മലയാള സംഗീത ലോകത്ത് യാത്ര തുടങ്ങുകയാണ് ഈ യുവാവ്. ख्वाजा मेरे ख्वाजा दिल में समा जा, ख्वाजा मेरे ख्वाजा दिल में समा जा, देखो सुखी तकदीर तूने सवारी, देखो सुखी तकदीर तूने सवारी, ख्वाजा मेरे ख्वाजा.